എന്ത് പരിപാടിയാണ് ഈ കോൺഗ്രസ് കാണിക്കുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. എന്താ അവർ കാണിക്കുന്നത് എന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ന്യൂസ് നോക്കുന്ന സമയത്തും സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്തൊക്കെ നമ്മൾ കാണുന്നത് നമ്മൾ ഒരിക്കലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഉണ്ടാവരുത് എന്ന് നമ്മൾ എന്താഗ്രഹിച്ചോ അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാലോ, കോൺഗ്രസ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല കോൺഗ്രസിന് അത്രയും വലിയൊരു വിജയം കിട്ടുന്നുള്ളത്. അത്ര അധികം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനിലേക്ക് ഭരിക്കാൻ പറ്റുന്നുള്ളത് കോൺഗ്രസ് സ്വപ്നം കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ജനങ്ങൾ കോൺഗ്രസിന് കൊടുത്തിട്ടുള്ള ഒരു മാൻഡേറ്റ് ആണ്. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് കോൺഗ്രസിന്റെ ഒരു ഡിസിപ്ലിനും കൂടെ അതിന്റെ പാർട്ടായിരുന്നു എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവർ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയും നേരത്തെ തന്നെ അവർ പ്രചരണ പരിപാടിയിലേക്ക് പോവുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു കേഡർ സിസ്റ്റം പോലെ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടി. മാത്രമല്ല, വി.ഡി. സതീശൻ എന്ന് പറയുന്ന വ്യക്തി, വി.ഡി. സതീശൻ സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കുന്ന ഇന്റർവ്യൂസും പുള്ളി മുന്നോട്ട് വെക്കുന്ന പെർസെപ്ഷൻസും ഒപ്പീനിയൻസ് എല്ലാം തന്നെ ആൾക്കാർ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതായത് ഒരു സ്ലൈറ്റ് ലെഫ്റ്റ് ഐഡിയോളജി പിടിച്ചു പോകുന്ന ഒരു നെഹ്റുവിയൻ കാഴ്ചപ്പാടൊക്കെ ഉള്ള പോലത്തെ ഒരു കാഴ്ചപ്പാടൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു വി.ഡി. സതീശൻ. ഒരുപാട് വിഷണറി ലീഡർ എങ്ങനെയാണോ കാര്യങ്ങൾ പറയാം അതുപോലത്തെ വിഷൻസ് എല്ലാം വി.ഡി. സതീശൻ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്ട്, നമുക്കൊക്കെ കിട്ടുന്ന ഒരു പെർസെപ്ഷൻ എന്താ? ബേസിക്കലി വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാലുവാരലൊന്നുമില്ലാതെ ഗ്രൂപ്പിസോ അടിയോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കോൺഗ്രസിനെ. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നതോടുകൂടെ കംപ്ലീറ്റ് കാര്യങ്ങളും കീഴ്മേൽ മറിഞ്ഞു പോയി എന്നുള്ളതാണ്. കംപ്ലീറ്റ് അടി, കെ സുധാകരൻ അടി, എൽദോസ് കുന്നപ്പള്ളി അടി, അടൂർ പ്രകാശ് അടി, അതേപോലെ തന്നെ മറ്റേ ഇയാള് അലോഷ്യസ്. എന്താണ് ഇവിടെ നടക്കുന്നത്? അതായത് 10 വർഷമായിട്ട് കേരളത്തിലെ അധികാരത്തിൽ ഇല്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് ആലോചിക്കണം. കോൺഗ്രസ് ഈ ഒരു പ്രാവശ്യം കൂടെ കേരളത്തിലെ അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് ഭാവി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതാണ് അവസ്ഥ. അങ്ങനെ ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോമൺ മാനിന്റെ ചിന്താഗതിയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഇപ്പം നമ്മൾ അടി കൂടാതെ മാക്സിമം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ആളുകൾക്ക് യൂണിറ്റി എന്നുള്ളൊരു പെർസെപ്ഷൻ മുന്നോട്ട് വെച്ച് യൂണിറ്റീനെ കുറിച്ച് ആളുകളോട് സംസാരിച്ച് ഇവർ വന്ന് നല്ല ഒത്തൊരുമ ഉണ്ടാവും എന്നുള്ളൊരു പെർസെപ്ഷൻ ആളുകളിലേക്ക് കൊടുത്ത് അധികാരത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതല്ലേ ആരും ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ 10ാം ക്ലാസ്സും പാസ്സായിട്ടില്ല, സ്കൂളിലും പോയിട്ടില്ല എന്നുള്ള വിചാരിക്കുക. അങ്ങനത്തെ ഒരാൾ പോലും, കോമൺ ആയിട്ടുള്ള ഒരു മനുഷ്യൻ പോലും വിചാരിക്കാതായിരിക്കും. എന്നിട്ടാണ് ഇത്ര കാലം പാർട്ടിയിൽ പ്രവർത്തിച്ച് ജനപ്രതിനിധിയായി നിന്നിട്ടുള്ള ഈ ആളുകൾക്ക് ഈ ബോധം ഇല്ല എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇതെൻ്റെ മാത്രം സംശയമാണ്. ഇനി ആളുകൾക്ക് വേറെ വല്ല പെർസെപ്ഷനും ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കെ സുധാകരനെ തന്നെ എടുത്തു നോക്ക്. പുള്ളി ഒരു MP ആണ് അല്ലേ? കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുത്ത് നിർത്തി മത്സരിപ്പിച്ചിട്ടുള്ള ഒരു MP ആണ് പുള്ളി. അപ്പോ അങ്ങനെ ഒരാള് ആ പാർട്ടിയിൽ വേറെ എത്ര മനുഷ്യരുണ്ടാവും? ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന വേറെ എത്ര മനുഷ്യന്മാരുണ്ടാവും? എന്നിട്ട് ഒരു സ്ഥാനത്ത് ഇരിക്കുകയാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയിൽ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരു സ്ഥാനത്തിൽ ഇരിക്കുമ്പോഴാണ് വേറൊരു സ്ഥലത്ത് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അടി കൂടുന്നത് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാധനമാണ്. ഈ സാധനം ഇങ്ങനെ കംപ്ലീറ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾക്ക് കിട്ടുന്ന പെർസെപ്ഷൻ എന്താണ്? എന്ത് തേങ്ങയാണ് ആൾക്കാർക്ക് കിട്ടുന്നത്? അതായത് നിങ്ങൾക്ക് യൂണിറ്റി ഇല്ല, നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, നിങ്ങൾ ഫുൾ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലിയും നിങ്ങളുടെ യൂണിറ്റി ഇല്ലായ്മയും എല്ലാം ആയിരിക്കും നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്നുള്ള പെർസെപ്ഷൻ അല്ലേ ആളുകൾക്ക് കിട്ടുന്നത്? ആ ഒരു പെർസെപ്ഷൻ ആണോ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടി ജനങ്ങൾക്ക് ഈ ഒരു ഇലക്ഷന്റെ പടിവാതിലിക്കൽ വന്ന് നിൽക്കുന്ന സമയത്ത് കൊടുക്കേണ്ടത്? ഞാൻ വിശ്വസിക്കുന്നില്ല അതാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. സാധാരണ അണികൾക്കോ സാധാരണ മനുഷ്യർക്കോ ഉള്ള ബോധം പോലും ഈ നേതാക്കന്മാർക്ക് ഇല്ല എന്നുള്ളത് തോന്നിപ്പോവാണ് സത്യത്തിൽ. ഇപ്പൊ വേറൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. എൽദോസ് കുന്നപ്പള്ളിയുടെ ഒരു ശക്തി പ്രകടനം പെരുമ്പാവൂരിൽ എവിടെയാണ് അത് നടക്കുന്നത് എന്നുള്ളതാണ്. ഒരു സീറ്റ് കൊടുക്കാത്തതിനാണത്.
അതായത് ഒരു പാർട്ടി ആ പാർട്ടി സീറ്റ് കൊടുത്ത് പല തവണ MLA ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്നത്. അയാളെ അങ്ങനെ തഴഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഈ ഒരു സമയത്ത്, പെർട്ടിക്കുലർലി ഈ ഒരു സമയത്ത് 10 വർഷം അധികാരത്തിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന ഒരു സമയത്ത് ഇതിങ്ങനെ ചെയ്യുന്നതിലുള്ള യുക്തി എന്താന്നുള്ളതാണ് മനസ്സിലാവാത്ത എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാലോ, ഒരു പാർട്ടി കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പല തരത്തിലുള്ള എന്താ പറയുക ഫ്ലോകൾ, അതിന് പല തരത്തിലുള്ള ഫ്ലോപ്പുകൾ അതിനുണ്ടാവും, അപജയങ്ങളൊക്കെ അതിന് സംഭവിക്കും. അപ്പോൾ CPM എന്ന് പറഞ്ഞ പാർട്ടി 10 വർഷമായിട്ട് കേരളത്തിൽ ഭരിക്കുന്നുണ്ട്. CPM എന്ന പാർട്ടിയോടുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് അത് അതിൻ്റെ ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോയി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വ്യതിചലിച്ച് പോവാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് അധികാരത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം വ്യതിചലനങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അതുണ്ടാവാൻ പാടില്ല. അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും അവരെന്ത് ചെയ്യണം? അവര് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കണം. CPM പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് തന്നെയാണ് ബേസിക്കലി കേരളത്തിലെ ഏറ്റവും നല്ല ജനാധിപത്യ മൂല്യങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളത്, ജനാധിപത്യ പ്രതിഷേധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും നമ്മൾ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അത് കോൺഗ്രസ് അധികാരത്തിൽ സമയത്തല്ല. അപ്പോൾ അങ്ങനെയുള്ള പെർസെപ്ഷൻസും അത്തരത്തിലുള്ള മെന്റാലിറ്റിയും ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിന് മുന്നേ നടന്നിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നിട്ട് ഇതിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജ് കിട്ടി കോൺഗ്രസ് വരുന്ന സമയത്താണ് ഈ അടി നടക്കുന്നത്. അടൂർ പ്രകാശ് വേറൊരു സ്ഥലത്ത് അടി നടക്കുന്നത്. മുസ്ലിം ലീഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും അടിയാണ്. അതായത് നമ്മുടെ മറ്റേ രണ്ടത്താണിയും പിന്നെ അതേപോലെ തന്നെ നൂർബിന റഷീദും ഇവരെല്ലാം അവിടെയും അടിയുണ്ട്. അത് അത്രത്തോളം ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് അവർ മുന്നോട്ട് വെക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിലുള്ള പാർട്ടിക്കുള്ളിലുള്ള ജനാധിപത്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിലുള്ള ജനാധിപത്യമാണോ ഇത് കാണിക്കുന്നത്, അതോ പാർട്ടിക്കുള്ളിലുള്ള ഗ്രൂപ്പിസം അടിയാണോ ഇത് കാണിക്കുന്നത്? അപ്പൊ ഇങ്ങനെ ഒരു സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആ പാർട്ടിക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു പെർസെപ്ഷൻ കൊടുക്കാനേ പാടില്ലായിരുന്നു. കാരണം VD സതീശനെ പോലെയുള്ള നേതാക്കന്മാരും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാരൊക്കെ ഈ പറയുന്ന ഇലക്ഷൻ വരുന്നതിന് മുന്നേ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂസും എല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചപ്പാടുകളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിലപാടുകളും മുന്നോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ VD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊരു എന്താ പറയുക, ഒരു സോഷ്യൽ ഫോർമേഷൻ ആണെന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാവർക്കും സേ ഉള്ള ഒരു ഫൗണ്ടേഷൻ ആക്കിയിട്ട് കോൺഗ്രസിനെ മാറ്റുക എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണത്. പക്ഷെ ഇപ്പൊ എവിടെ പോയി അത്? ഓരോ നേതാക്കന്മാരും ഓരോ ഗ്രൂപ്പിലുള്ള ആൾക്കാരും തങ്ങൾക്ക് ജയിലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളുടെ എണ്ണം ആ പാർട്ടിയിൽ MLA-മാരായിട്ട് ഉണ്ടാവണം എന്നുള്ള ചിന്താഗതിയിലൂടെ പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രഷർ ഗ്രൂപ്പുകളെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതിനാദ്യം അധികാരത്തിൽ വരണ്ടേ, ആദ്യം ഒന്ന് എവിടെയെങ്കിലും ഇരിക്കണ്ടേ, ആദ്യം എവിടെയെങ്കിലും ഒന്ന് മൂടുറപ്പിച്ച് ഇരിക്കണ്ടേ, ഇരുന്നിട്ട് വേണ്ട ഇത് കാല് നീട്ടാൻ. ഇരിക്കുന്നതിന് മുന്നേ തന്നെ കാല് നീട്ടാനാണ് ശ്രമിക്കുന്നത്. ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പെർസെപ്ഷനോ ആ ഒരു അനുകൂല ഘടകമോ ഒക്കെ തിരിഞ്ഞു മാറി വരാൻ വേണ്ടിയിട്ട് അത്ര സമയമൊന്നും വേണ്ട. അതിന് 1-2 ദിവസം മതി. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത്ര പവർഫുൾ ആണ്. അതിനകത്തൂടെ നമുക്ക് കണ്ടന്റിനെ ഫ്ലോട്ട് ചെയ്യാനും അതിനെ ഷെയർ ചെയ്യാനും ആളുകളിലേക്ക് എത്തിക്കാനും നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പെർസെപ്ഷനെയും ഇമേജിനെയൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് തരണം ചെയ്യാനും അത് ആ പെർസെപ്ഷന്റെ മേലെ വേറൊന്നിനെ കൊണ്ടുവയ്ക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് പറ്റുന്ന കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കോൺഗ്രസിന്റെ സീറ്റിന് വേണ്ടിയിട്ടുള്ള അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മീഡിയസ് എല്ലാം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടർ ടി വി CPM-ന് വേണ്ടി മാത്രം പണിയെടുക്കുകയാണെന്നുള്ളത് നമുക്ക് അവരുടെ എല്ലാ കാർഡ് കണ്ടാലും നമുക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കുക. അവരേറ്റവും കൂടുതൽ കാർഡ് ഇറക്കുന്നതും അവരേറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും കോൺഗ്രസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പേര്, കോൺഗ്രസിൽ അവിടുത്തെ ആള് ഇന്ന പോസ്റ്റ് ഇട്ടു, ഇവിടുത്തെ ആള് രാജിക്കത്ത് കൊടുത്തു, മറ്റേ ആള് അത് കൊടുത്തു, എല്ലാ സീറ്റിന് വേണ്ടിയിട്ടുള്ള അടിപിടിയാണ്. അവിടെ മൊത്തത്തിൽ സീറ്റിന് വേണ്ടിയിട്ടുള്ള അടിപിടിയും ബഹളവും കലഹവും ആണെന്നുള്ള പെർസെപ്ഷനും ഇമേജും ആണ് എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ടർ TV
സോഷ്യൽ മീഡിയയിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ കാർഡ് കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത്ര അധികം കണ്ടന്റുകളൊന്നും വേറെ ചാനലുകളിൽ വരുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കെ ഇതെല്ലാം ഈ നേതാക്കന്മാർക്കും ഈ മനുഷ്യന്മാർക്കെല്ലാം ഇത് അറിയാലോ. ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിറ്റി ഉണ്ടാവില്ല എന്നുള്ള തോട്ട് ഒരു കാരണവശാലും വോട്ടേഴ്സിന് കൊടുക്കാനേ പാടില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അത് തന്നെയാണ് താനും. പ്രത്യേകിച്ച് ഇനി ആകെ 10, 15, 20 ദിവസമുള്ളൂ വോട്ടെടുപ്പിലേക്ക് പോകാൻ. ആ ഒരു സമയത്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വളരെ പത്തറ്റിക് എന്നല്ലാണ്ട് വേറൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല എന്നുള്ളതാണ്.